ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് മെഡിസിൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷനാണ്. അന്നും ഇന്നും ഒരു ഡോക്ടറോ നേഴ്സോ ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നു എന്ന് നിങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ല. നാട്ടിൽ ശമ്പളമൊക്കെ ഇത്തിരി കുറവായിരിക്കും, എന്നാലും എല്ലാവർക്കും ജോലി ഉണ്ടാവും. ഇത് തന്നെയാണ് വിദേശത്തെയും സിറ്റുവേഷൻ. ഇപ്പോൾ +2 റിസൾട്ടൊക്കെ വന്നു, പല ആൾക്കാരും ഓരോ കരിയറിലേക്കൊക്കെ മാറാനായിട്ട് തീരുമാനിക്കുന്ന സമയമാണ്. പല ആൾക്കാർക്കും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ വിദേശ രാജ്യത്തൊക്കെ പോയി പഠിക്കാനായിട്ട് ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഈ കോഴ്സുകൾ നമുക്ക് പഠിക്കാൻ പറ്റുക, അവിടെയൊക്കെ പഠിക്കാനായിട്ട് എത്രത്തോളം എക്സ്പെൻസ് വരും, ഇത് പല ആൾക്കാർക്കും അറിയില്ല. ഇപ്പോൾ എന്നോട് പേഴ്സണലി ചില ആൾക്കാർ സംശയം ചോദിക്കാറുണ്ട്. അവരോടൊക്കെ ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യത്ത് പോയി പഠിക്കാൻ എന്നുള്ളതാണ്. കാരണം അവിടെ പഠിക്കുമ്പോൾ നമുക്ക് ലാംഗ്വേജിൻ്റെ ബാരിയർ ഇല്ല. പക്ഷേ ഇത് എല്ലാവർക്കും അങ്ങ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇംഗ്ലീഷ് സംസാരിക്കുന്ന നല്ല രാജ്യങ്ങളിലേക്ക് അത്യാവശ്യം എക്സ്പെൻസ് വരും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ ഒരു ഹെൽത്ത് കെയർ കോഴ്സസ് വേറെ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി പഠിക്കാം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. സാധാരണ നമ്മളിപ്പോൾ ഒരു MBBS അല്ലെങ്കിൽ BSc നഴ്സിംഗ് പോലുള്ള കോഴ്സ് വിദേശത്ത് പഠിക്കാൻ ആലോചിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളായ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ, അയർലൻഡ് പോലുള്ള രാജ്യങ്ങളായിരിക്കും. പക്ഷേ ഈ രാജ്യങ്ങളിലെ ഫീസ് കൂടുതലായതുകൊണ്ട് സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ പിന്നെ ചിന്തിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. അതായത് യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഷെങ്കൻ സോണിലുള്ള രാജ്യങ്ങൾ. അപ്പോൾ ഈ ഷെങ്കൻ സോണിലുള്ള കുറച്ച് രാജ്യങ്ങളുടെ, അതായത് ഇത്തരം കോഴ്സുകൾ പഠിക്കാൻ പറ്റുന്ന കുറച്ച് രാജ്യങ്ങളുടെ ലിസ്റ്റ് ഞാൻ എഡ് അബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ സഹായത്തോടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻഫർമേഷനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ, അല്ലെങ്കിൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. യൂറോപ്പിലെ പോളണ്ട് എന്ന് പറയുന്ന രാജ്യം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പല ആൾക്കാരും പല കോഴ്സുകൾ പഠിക്കാനായിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് മെഡിസിൻ ആണെങ്കിലും നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിലും പഠിക്കാനായിട്ട് നിരവധി ഓപ്ഷൻസ് ഉണ്ട്. മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ഡാൻസ്ക്, മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് സൈലേഷ്യ, മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ബിയലിസ്റ്റോക്ക്, ഇവിടെ എല്ലാം നിങ്ങൾക്ക് മെഡിക്കൽ പ്രോഗ്രാംസ്, MBBS പോലുള്ള പ്രോഗ്രാംസ് ചെയ്യാം. 12,000 യൂറോ മുതലാണ് ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കണമെന്നാണെങ്കിൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ഡാൻസ്കിലുണ്ട്, മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് സൈലേഷ്യയിലുണ്ട്. ഇവിടെ ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4,800 യൂറോ മുതലാണ്. ഇനി വേറൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, വിൻസെന്റ് പോൾ യൂണിവേഴ്സിറ്റി, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇനി കുറച്ച് അധികം വീഡിയോസ് വിൻസെന്റ് പോൾ യൂണിവേഴ്സിറ്റിയെ പറ്റി വരാൻ പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 3,500 യൂറോ മുതൽ ഈ മെഡിക്കൽ പ്രോഗ്രാംസ് ചെയ്യാനായിട്ട് പറ്റും. പലർക്കും ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട്, ഈ രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഇവർ ഈ കോഴ്സ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, പോളണ്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു രാജ്യമല്ല, പോളിഷ് ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരാണ് പോളണ്ടിലുള്ളത്. അപ്പോൾ ഈ കോഴ്സുകൾ ഏത് ലാംഗ്വേജിലാണ്? നിങ്ങൾ സംശയിക്കേണ്ട, ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെയാണ്. നിങ്ങൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. എന്നാൽ വർക്ക് ചെയ്യുമ്പോൾ, നിങ്ങളിപ്പോൾ പോളണ്ടിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ, ദെൻ നിങ്ങൾക്ക് ആ രാജ്യത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്നതേ ഉള്ളൂ, എങ്ങനെയാണ് ഒരു പേഷ്യൻറ്റുമായിട്ട് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഒരു പേഷ്യൻറ്റിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. അത് പോസിബിൾ അല്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഞാൻ ആ രാജ്യത്തെ ലോക്കൽ ലാംഗ്വേജ് പഠിക്കും, ഞാൻ ആ ഒരു രാജ്യത്ത് നിന്ന് തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ നേടും, ഇത്തരത്തിൽ നിങ്ങൾക്കൊരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോളണ്ട് പോലെ ഏത് യൂറോപ്യൻ രാജ്യത്ത് വേണമെങ്കിലും പോയി പഠിക്കാം. ഇനി വേറെ ഒരു രാജ്യം എന്ന് പറയുന്നത് ഹംഗറിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹംഗറിയിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ബാച്ചിലേഴ്സ് പഠിക്കാനും മാസ്റ്റേഴ്സ് പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് പെസിൽ നിങ്ങൾക്ക് മെഡിക്കൽ പ്രോഗ്രാംസ് ചെയ്യാം. ഇവിടെ ഫീസ് ഏകദേശം 16,000 യൂറോ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അടുത്തൊരു രാജ്യം എന്ന് പറയുന്നത് ലാറ്റ്വിയാണ്. ലാറ്റ്വിയ നിങ്ങൾക്കറിയാം, വളരെ അഫോർഡബിൾ ആയിട്ട് കുട്ടികൾ പഠിക്കാൻ പോകുന്ന ഒരു രാജ്യമാണ്, യൂറോപ്പിലുള്ള രാജ്യമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ബാച്ചിലേഴ്സ് പഠിക്കാനാണെങ്കിലും മാസ്റ്റേഴ്സ് പഠിക്കാനാണെങ്കിലും പല കുട്ടികളും പോകുമ്പോൾ വലിയ വലിയ രാജ്യങ്ങളിൽ കൊടുക്കുന്ന ഫീസിൻ്റെ 1/3 അല്ലെങ്കിൽ 4/1 പോലും കൊടുക്കാതെയാണ് കുട്ടികൾ ലാറ്റ്വിയയിൽ പഠിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ലാറ്റ്വിയ, റീഗ സ്ട്രാഡിൻ യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റികളൊക്കെ നിങ്ങൾക്ക് മെഡിക്കൽ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസാണ്. ഇനി അടുത്തൊരു രാജ്യം എന്ന് പറയുന്നത് ലിത്വേനിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ലിത്വേനിയയുടെ ഒരു വീഡിയോ ചെയ്തതേ ഉള്ളൂ. ആ വീഡിയോയിൽ പറയുന്ന ഇൻഫർമേഷൻ തന്നതും ഈ എഡ് അബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് ലിത്വേനിയൻ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് മെഡിസിൻ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാം, അതേപോലെ നഴ്സിംഗ് ചെയ്യാം, ഫിസിയോതെറാപ്പി ചെയ്യാം. ഇനി നിങ്ങൾക്ക് നഴ്സിംഗ് മാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ SMK യൂണിവേഴ്സിറ്റി ചെയ്യാം. ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാനായിട്ട് ശരിക്കും നമുക്ക് IELTS വേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് ലാംഗ്വേജ് എന്തായാലും നിർബന്ധമായിട്ട് വേണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവില്ല. എന്നാലും IELTS ഒരു അഡ്മിഷൻ റിക്വയർമെൻറ്റ്, ഒരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആയിട്ട് ഇവർ പറയുന്നില്ല. ഇനി അടുത്തൊരു രാജ്യം എന്ന് പറയുന്നത് റൊമേനിയയാണ്. ഈ റീസെൻ്റ് ആയിട്ട് ഷെങ്കൻ സോണിലേക്ക് എൻട്രി ചെയ്ത റൊമേനിയ, ബൾഗേറിയ എന്ന് പറയുന്ന രാജ്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് മെഡിക്കൽ പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റുക.
സോ ഇതേ പറ്റിയിട്ടും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഈ രാജ്യങ്ങളിലും നിങ്ങളുടെ മെഡിക്കൽ പ്രൊഫഷൻസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി നാട്ടിൽ വന്നിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണം എന്നാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഈ രാജ്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൊമേനിയയിലുള്ള 5-6 യൂണിവേഴ്സിറ്റികൾ തന്നെ മെഡിക്കൽ പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഒരു 8,000 യൂറോ മുതൽ ഈ കോഴ്സുകൾ ചെയ്യാൻ പറ്റും. യൂറോപ്യൻ യൂണിയനിൽ തന്നെ അല്ലെങ്കിൽ ഷെങ്കൻ സോണിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് മെഡിക്കൽ പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് റൊമേനിയ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യങ്ങൾ മാത്രമല്ല, വേറെയും പല രാജ്യങ്ങളിലും നിങ്ങൾക്കിത് പഠിക്കാനായിട്ട് പറ്റും. ഞാനീ പറഞ്ഞത് ചുരുക്കം ചില ഓപ്ഷൻസ് ആണെന്ന് മാത്രം. നിങ്ങൾക്ക് ഇനിയും ഇതേ പറ്റിയിട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, കൂടുതൽ കോഴ്സുകളെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരയ്ക്കും ബൈ.